ഹലോ നമസ്കാരം. നമ്മൾക്ക് ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ രീതിയിൽ സൈക്കോളജിയാണ്. ഇന്ന് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ അല്ല, ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ കൊണ്ടുവരാൻ കാരണം വന്നൊരു റിക്വസ്റ്റാണ്, ബാക്കിയുള്ള സബ്ജക്റ്റും കൂടി എടുക്കുമെന്ന്. 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇനി ബാക്കിയുള്ള സബ്ജക്റ്റും കൂടി എടുക്കാൻ ശ്രമിക്കാം. സൈക്കോളജിയെ കൂടാതെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, EVS എന്നിവയുടെ ക്വസ്റ്റ്യൻസും ഇട്ട് തരാം. പക്ഷേ ഇവയ്ക്കൊന്നും വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഒക്കത്തില്ല. ഇപ്പം ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ കാണിച്ചു തരത്തേ ഉള്ളൂ. അത് നിങ്ങൾ തനിയെ വായിച്ച് തനിയെ ഉത്തരം പിടിക്കണം. പിന്നെ കൃത്യമായിട്ടുള്ള ടൈം ഗ്യാപ്പ് ഇതിനകത്ത് തരും. ആ ടൈം ഗ്യാപ്പ്, അതായത് 10 സെക്കൻഡ് ആയിരിക്കും ഇതിനകത്ത് തരുന്ന സമയം. ആ സെക്കൻഡിനകം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്യുക. ശേഷം എന്ത് ചെയ്യണം? തനിയെ ഉത്തരം കണ്ടെത്തുക. ശേഷം പോസ് മാറ്റി ഉത്തരം ശരിയാണോ അല്ലയോ എന്ന് നോക്കുക. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 129ാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു 128 വരെ മറ്റേ പാരഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് 129ാമത്തെ ക്വസ്റ്റ്യൻ. 129ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 129 ക്വസ്റ്റ്യൻ നമ്പർ 129. ഓക്കെ, 129 എന്താണ്? ഈ എഴുതുമ്പോൾ ഉള്ള വൈകല്യമല്ലേ? എഴുതുമ്പോൾ ഉള്ള വൈകല്യം ഏതാണ്? ഡിസ്ഗ്രാഫിയ. ഓക്കെ, അതായത് ബോയ് എന്ന് എഴുതുന്നതിന് പകരം ഡോയ് എന്നായി പോകുന്നു എന്നുള്ളതാണ് വൈകല്യം. അത് ഡിസ്ഗ്രാഫിയ. എഴുതുമ്പോൾ ഉള്ള വൈകല്യങ്ങൾ ഡിസ്ഗ്രാഫിയാണ്. ഡിസ്കാൽക്കുലിയെ കൂട്ടുമ്പോൾ ഉള്ളത് ആണ്. ഡിസ്ലെക്സിയ എപ്പോഴുള്ളതാണ്? വായനാ വൈകല്യമാണല്ലേ ഡിസ്ലെക്സിയ. പിന്നെ എന്താണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്? ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ എന്താണ്? ശാരീരിക ചലനത്തിൻ്റെ ഏകോപനത്തിനുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണല്ലേ ഡിസ്പ്രാക്സിയ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. 130ാമത്തെ ചോദ്യം നോക്കിക്കോ. ഓക്കെ, എ ആൻഡ് ദ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാനുള്ളതല്ലേ? ഏതാണ് ഇതിനകത്ത് വരുന്ന ഉത്തരം? ഏതാണ്? എ ആണ്. ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. അതാണ് ഉത്തരം ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് 131ാമത്തെ ചോദ്യം. 131 അത് ചോദിക്കുക. ഓക്കെ, 131ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് കൊടുത്തിരിക്കുന്നത്? ഉത്തരം കൊടുത്തിരിക്കുന്നത് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ഓക്കെ, അടുത്തത് 132 പോകാം. 132 ചോദ്യം വായിച്ചു നോക്കുക. റിപ്പോർട്ട് ചെയ്യാനുള്ള ചോദ്യമാണ്. 132 ചോദ്യം വായിച്ചു നോക്കുക, ഉത്തരം റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഐ ഹാവ് സംതിങ് ടു ഷോ യു, ഐ സെഡ് ടു ഹെർ. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഐ ടോൾഡ് ഹെർ ഐ ഹാഡ് സംതിങ് ടു ഷോ ഹെർ എന്ന് വരും. അപ്പോൾ ഉത്തരം ഏതാണ്? ഡി. ഉത്തരം 132ൻ്റെ ഉത്തരം ഏതാണ്? ഡി. ഓക്കെ, 133. ഓക്കെ, 133ൻ്റെ ഉത്തരം ഏതാണ്? പാർട്ട് വിത്താണ് ഇല്ലേ? 133 ഉത്തരം വിത്താണ് വരേണ്ടത്. വിത്താണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. വിത്താണ് ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഏതാണ് ഉത്തരം? ഡി ആണ് ഉത്തരം. ഡി ആണ് ഉത്തരമായി വരുന്നത്. ഓക്കെ, അടുത്തത് 134 അല്ല, 135 136 താഴെ കാണും. 136 താഴെയുണ്ട്. ഓക്കെ, എന്നാലും 135 ഇപ്പം നമുക്ക് ചെയ്യാം. 135 ചെയ്തോളൂ.
എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം ഏതാണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം ബി ആണ് കേട്ടോ. നമ്മുടെ ഉത്തരം ഏതാണ്? 135ൻ്റെ ഉത്തരം ബി ആണ്. ഉത്തരം ബി 135 ഉത്തരം ബി. അടുത്തത് 136. 136 ക്വസ്റ്റ്യൻ ടാഗ് ആണല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് ആണ് 136. പെട്ടെന്ന് ചെയ്തോളൂ. ഓക്കെ, 136 ക്വസ്റ്റ്യൻ ടാഗ് ആണ്. 136ാമത്തെ ഉത്തരം ഏതാണ്? എ ഡോൺ ദേ. എ ഡോൺ ദേ ആണ് വരുന്നത്. 136 ഡോൺ ദേ ആണ്. ഡു ഫോമിലാണ് ഇത് കിടക്കുന്നത്, അതുകൊണ്ട് ഡോൺ ദേ ആണ്. ഓക്കെ, 137 137 അല്ല 134. നമ്മൾ നേരത്തെ 134 മിസ്സായിരുന്നു. ആ 134 വന്നിരിക്കുന്നു. ഓക്കെ, വായിച്ചു നോക്കുക, ഉത്തരം പറയുക. അപ്പം ഇൻകറക്റ്റ് ആയിട്ടുള്ള പാർട്ട് കണ്ടുപിടിക്കാനാണേ. അപ്പം 134ൻ്റെ ഉത്തരം ഏതാണ്? 134ൻ്റെ ഉത്തരം വെയർ നോട്ട് എന്നുള്ളതാണ്. വെയർ നോട്ട് ലാർജ്. വെയർ നോട്ട് ലാർജ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത 137. 137ാമത്തെ ചോദ്യം നമ്മുടെ എനിക്ക് തോന്നുന്നു 9ാമത്തെ ചോദ്യമാണിത്. ഗീവ് ദ ഓർഡർ എന്നത് മറ്റൊരു ഫോമിൽ എങ്ങനെ എഴുതാമെന്നുള്ളതല്ലേ ചോദ്യം. നോക്കേ, 137. ഓക്കെ, എങ്ങനെയാണ്? ലെറ്റ് ദ ഓർഡർ ബി ഗിവൺ. ലെറ്റ് ദ ഓർഡർ ബി ഗിവൺ ആണ് കൊടുത്തിരിക്കുന്ന ഉത്തരം. അടുത്തത് 138. 138 ആണ് അടുത്തത്, ലാസ്റ്റ് 138. 138. ഓസ് അല്ലടാ, ഈസാടാ ഇത്. ഓസ് അല്ല കേട്ടോ, ഈസാണ്. ഈസ്. ഹെർ ആക്ഷൻ ഈസ്. ഓക്കെ, ഇതിലേതാണ് ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത്? 138. ഇവർ കൊടുത്തിരിക്കുന്ന ഉത്തരം ബി ആണ്. ഓക്കെ, അപ്പം ഇംഗ്ലീഷിന് 2016 നവംബറിലെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. അവർ തന്നെ ആൻസർ കീ വെച്ചിട്ടാണ് ഉത്തരം പറഞ്ഞു പോയത്. ഓക്കെ, ഇനി എത്രയും പെട്ടെന്ന് തന്നെ, ഒരുപാട് വൈകാതെ തന്നെ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് വരാം. ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു പോകുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യനുമായിട്ട് വരാം. ഓക്കെ, ഇനി വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ, ഇതിനകത്ത് വല്ല തെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. നന്ദി.